ദെൻ നെക്സ്റ്റ് 15% പോകുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിക്കാണ്. അപ്പോൾ ക്രെഡിറ്റ് ഹിസ്റ്ററി എന്താണ്? അതായത് എത്ര കാലമായി നിങ്ങൾ ക്രെഡിറ്റ് യൂസ് ചെയ്യുന്നു, എത്ര കാലമായി നിങ്ങൾ ക്രെഡിറ്റ് ഹാൻഡിൽ ചെയ്യുന്നു എന്ന് മെഷർ ചെയ്യാനായിട്ട് ബാങ്ക് യൂസ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയയാണത്. അതായത് ഇഫ് യു ഹാവ് എ വെരി ലോങ് ക്ലീൻ ഇമേജ്, ബാങ്ക് വിൽ ഫീൽ സേഫർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 to 10 years ക്രെഡിറ്റ് ഹിസ്റ്ററി നിങ്ങൾക്കുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ലോൺ അപ്ലൈ ചെയ്യുന്നത് ഒരു 3 വർഷം മുന്നാണെന്നെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 3 വർഷമേ വരുള്ളൂ. സോ ആ ഒരു റേഞ്ച്, ഒരു 5 to 10 years ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഗുഡ്. ഓക്കെ. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് 10% എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് മിക്സിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് മിക്സ് എന്ന് പറയുമ്പോൾ ദ വെറൈറ്റി ഓഫ് ക്രെഡിറ്റ് യു ആർ യൂസിങ്, അതായത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ സെക്യൂർഡ് ലോൺസ് ഉണ്ടായിരിക്കും, അൺസെക്യൂർഡ് ലോൺസ് ഉണ്ടായിരിക്കും അല്ലേ? സെക്യൂർഡ് ലോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഹോം ലോൺസ് വരും, എഡ്യൂക്കേഷണൽ ലോൺസ് വരും, ഗോൾഡ് ലോൺ വരും, കാർ ലോൺ, ഇതൊക്കെ സെക്യൂർഡ് ആണ്. ഇനി അൺസെക്യൂർഡ് എന്ന് പറയുമ്പോൾ അവിടെ പേഴ്സണൽ ലോൺസ് വരും, ക്രെഡിറ്റ് കാർഡ് വരും, അതുപോലെ തന്നെ കൺസ്യൂമർ ലോൺസ് വരും, നിങ്ങളുടെ മൊബൈലിനും ലാപ്പിനോ നിങ്ങൾ അടയ്ക്കുന്ന EMI, അതൊക്കെ അൺസെക്യൂർഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കത് രണ്ടിൻ്റെയും നല്ലൊരു കോംബോ, ഒരു ബാലൻസ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ്. ലാസ്റ്റ് വരുന്ന കമ്പോണൻ്റ് ആണ് നിങ്ങളുടെ ലോൺ എൻക്വയറീസ്, നിങ്ങളുടെ റീസെൻറ്റ് ലോൺ എൻക്വയറീസ്. അപ്പോൾ ഈ പറഞ്ഞ 5 ക്രൈറ്റീരിയാസും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ യുവർ ക്രെഡിറ്റ് സ്കോർ വിൽ ഇംപ്രൂവ്. സ്കോർ ഇഷ്യൂ ചെയ്യുന്നത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ. നമ്മൾ പറഞ്ഞ റേഞ്ച് 300 to 900. അതിൽ തന്നെ 750 to 900 ആർ കൺസിഡേർഡ് ആസ് എക്സലൻറ്റ് സിബിൽ സ്കോർ. ഓക്കെ, സോ don't wait for rejection to check your CIBIL score. Check it today and fix it today. Thank you for watching.